സൂക്ഷിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തെ ഓർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കണമേ. ആ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. സാധാരണ വേർഡിൻ്റെ ഒരു 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 റെവലേഷൻ ഉണ്ടാകുന്നത് പിശാചിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മേഖലയിൽ ദൈവം വചനത്തെ തുറന്നാൽ, യേശു പറയുന്നത് വചനം വന്നവരെ ദാവീദ് ദേവന്മാരെന്ന് വിളിക്കുന്നെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഇറ്റ് റിലീസസ് എ ഗോഡ് മോഡ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വേർഡിന് ആ പവറുണ്ട്. ദൈവം ഒരു കാര്യം സ്റ്റുവർഡ്ഷിപ്പായിട്ട് ഏൽപ്പിച്ചാൽ ആ മേഖലയിൽ നിങ്ങളുടെ മേൽ ചലിക്കുന്ന ഒരു അധികാരം വരുന്നു. ആ മേഖലയിൽ നിങ്ങളുടെ മേൽ ചലിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കേണ്ട ദൂതന്മാരുടെ സന്നാഹങ്ങൾ ഉണ്ടായി വന്നെന്ന് വരും. ഒത്തിരി കാര്യങ്ങൾ, ലാസ്റ്റിംഗ് ആയ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രിയും ഞാൻ ഇതുവരെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, ഒരിക്കലും എങ്ങും ശുശ്രൂഷിച്ചിട്ടില്ലാത്ത, ദൈവം കുറച്ച് നാൾ മുമ്പ് എന്നോട് അരുളി ചെയ്തെങ്കിലും എങ്ങും അത് പ്രസംഗിക്കാൻ എനിക്ക് നിയോഗം വന്നിട്ടില്ലാത്തതുമായൊരു കാര്യമാണ്. പക്ഷേ കർത്താവ് അത് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ പയ്യെ കടക്കുകയാണ്. ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചത്, നിങ്ങളുടെ കൃപയെ, നിങ്ങളുടെ മേൽ വരുന്ന കൃപയെ ക്ലോഗ് ചെയ്ത് കളയുന്ന, അതിൻ്റെ ധാരയെ, അതിൻ്റെ ഒഴുക്കിനെ പരിമിതപ്പെടുത്തുന്ന കാര്യങ്ങളെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് ഞാൻ പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രാവിലെ ഉണ്ടായിരുന്നവരൊന്ന് കൈവക്കാം. അപ്പം എനിക്ക് എത്ര പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം, കുറച്ച് പേരില്ല. ഓക്കെ, 1-2 വാക്കുകൾ പറയാം, നമുക്ക് സമയം വളരെ കുറവാണെന്ന്. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൃപാവരം നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതധികം ഞാൻ ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. പക്ഷേ പൗലോസ് ലീഹ ആ എഴുതി വെച്ച ഗ്രാമർ കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ആദ്യത്തെ 2 വരങ്ങൾ, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, അത് ഒരു തരം ആൾക്കാർക്കും, അതിനുശേഷമുള്ള 5 വരങ്ങൾ അത് വേറൊരു തരം ആൾക്കാർക്കും. അങ്ങനെ പൗലോസിൻ്റെ ആ വേർഡിങ്സ് നിങ്ങൾ നോക്കിയാൽ അങ്ങനെ കാണും. അവസാനം അന്യഭാഷാപരവും വ്യാഖ്യാനപരവും വേറെ ഒരു ടൈപ്പ് ഓഫ് പീപ്പിളിനും ആണ്. അപ്പം സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള വരം ചോദിക്കാം. പൗലോസ് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, പ്രവചിക്കാം. പക്ഷേ നിങ്ങളുടെ ഗിഫ്റ്റ് അതിൻ്റെ ഫുൾനെസ്സിൽ വർക്ക് ചെയ്യണമെങ്കിൽ, വിശുദ്ധിയും അശുദ്ധിയും അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ചിലത് അലൈൻഡ് ആകുന്നതിനനുസരിച്ച് ഗിഫ്റ്റിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഫുൾ കേപ്പബിലിറ്റിയിൽ ഓരോ ഗിഫ്റ്റും ഒഴുകുന്നതിന് ആവശ്യമുള്ള ചില പേഴ്സണാലിറ്റി ചേഞ്ചസ് വരും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞു, അതിനുവേണ്ടി ജാഗരിക്കാനായി തുടങ്ങണം. ദൈവം എന്നെ എന്തിനാണോ ആക്കിയത്, എൻ്റെ മേൽ എന്ത് വരങ്ങളാണോ പകർന്നിട്ടുള്ളത്, ആ വരത്തിന് പറ്റിയ രീതിയിൽ എൻ്റെ ക്യാരക്ടർ മോൾഡഡ് ആകണം. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 7-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ ഒത്താണ്, ആ അളവിനൊത്താണ് കൃപ നിങ്ങളുടെ മേൽ വരുന്നത്. ആ ദാനം എന്നത് രക്ഷ എന്ന ദാനമല്ല ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ദൈവദാസന്മാർ എന്ന ദാനം. അവർ എങ്ങനെ നിൽക്കുന്നോ, അവരെ ഏത് പ്രതലത്തിൽ ദൈവം നിർത്തുന്നോ, അതിനനുസരിച്ചാണ് ചർച്ചിൻ്റെ മേൽ ഗ്രേസ് ഒഴുകുന്നത്. ഒരു അപ്പോസ്റ്റൽ നിൽക്കുമ്പോൾ ഒഴുകുന്ന ഗ്രേസ് ഡിഫറെൻ്റ് ആണ്. ഈവൻ ഒരു പ്രോഫറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ശുശ്രൂഷകന്മാർ, അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയില്ല അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന യുദ്ധങ്ങൾ. ബട്ട് as you pray in the Holy Ghost, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കയിൽ, ദൈവം അവരിൽ ഇടപെടുമ്പോൾ, ദൈവം അവരെ ബലപ്പെടുത്തുമ്പോൾ, ദൈവം അവരുടെ മേൽ പകരുന്നതിന് ഒത്തവണ്ണം ഒരളവിൽ കൃപ സഭയുടെ മേൽ വരാൻ തുടങ്ങും. ഈ 2 കാര്യങ്ങൾ റെഗുലറായി ചെയ്യാമെന്ന് നിങ്ങൾ പലരും ഇന്ന് രാവിലെ കരമുയർത്തി ഉറപ്പ് നൽകിയതാണ്. നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായും ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. കാരണം ഞാൻ പറയട്ടെ, ഞാനിവിടെ വന്ന ഒരു കാര്യം ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ പെന്തക്കോസ്തിലാണ് വളർന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി, നിങ്ങൾ അന്നേരം കുറേ കൈയടിച്ചു പോകും. എന്നിട്ട് അതേപോലെ ജീവിക്കുന്നതിൽ എനിക്ക് സങ്കടമാണ്. കാരണം വലിയ വിലയാണ് ദൈവം കൊടുത്തത്, ഭയങ്കര നിക്ഷേപമാണ് ദൈവം നമ്മൾ പകർന്നത്. അതിനൊത്ത് വന്നില്ലെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 ഡസൻ പഴത്തിന് നിങ്ങൾ പൈസ കൊടുത്തിട്ട് 1 പഴമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൽ തൃപ്തരാകുമോ? ദൈവം അത്രയ്ക്ക് വലിയ വില കൊടുത്തു, അത്രയ്ക്ക് വലിയ ട്രഷർ നമ്മളിൽ പകർന്നിട്ട് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനല്ല ദൈവം വിളിച്ചത്. അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്, സാധാരണ മനുഷ്യരെ
മനുഷ്യരെ പോലെ ആവരുത്. ആൻഡ് സോ ദാറ്റ് ഈസ് വൈ ഐ ടീച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. നിങ്ങളുടെ ദൈവസഭയിൽ ചേഞ്ചസ് അതുപോലെ വരാനായി തുടങ്ങും. ബിക്കോസ് ഐ സിൻസിയർലി ബിലീവ് ദ വേർഡ് ഷുഡ് affect your reality, not just your emotion. The word should affect all of your reality, not just what you think for one day. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൃപയുടെ വേറൊരു തലത്തിലോട്ട് ആമേൻ നിങ്ങളെ ഒന്ന് ക്ഷണിച്ചോട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമാണ്. അത് വായിച്ച് നമ്മൾ വേറെ ചില വേദഭാഗങ്ങളിലേക്ക് കടന്നു പോകും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. Let us then with confidence draw near to the throne of grace that we may receive mercy. ഇത് മാത്രമായിട്ട് ഓഫ് ചെയ്യാനോ നോക്കൂ. ഓക്കെ, വായിക്കാം. That we may receive mercy and find grace to help in time of need. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയ സംരക്ഷണം എന്നൊക്കെ കേട്ടില്ലേ, തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ താല്പര്യമുള്ളത്, കൃപാസനം എന്ന ഒരു കാര്യത്തെപ്പറ്റി പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള ഒരു അറിവിൻ്റെ പരിമിതി, അതിൽ കുറച്ച് ആഴത്തിലോട്ടൊന്ന് കയറാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, കൃപാസനത്തിലേക്ക് അടുത്തു വരണം. ശ്രദ്ധിക്കണം, എന്തിനോടാണ് അടുത്തു വരേണ്ടത്? ചേർന്ന് പറഞ്ഞേ, കൃപാസനത്തോട് അടുത്തു വരണം. പഴയ നിയമത്തിൽ നമ്മൾ അതിനെ വിളിച്ചിരുന്നത് മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞ ഒരു നിഴലിലാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. പലപ്പോഴും ആൾക്കാർ അതിനെ വിളിച്ചിരുന്നത് ഈ പെട്ടകത്തിൻ്റെ അടപ്പ് പോലെയാണ് അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സംഗതി എന്താണ്? പെട്ടകമാണ്. അതിന് മണ്ടയ്ക്ക് ഒരു അടപ്പ് പോലെ വെച്ചേക്കുന്ന ഒരു സാധനമായിട്ടാണ് കൃപാസനത്തെ കണ്ടിരുന്നത്. അതിൽ നിന്ന് അല്പ വ്യത്യസ്തമായി വചനം ശരിക്കും അതിനെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ റിയാലിറ്റിയെ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അത് മാറ്റിമറിക്കുകയും ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിക്കണമേ, ഈ കൃപാസനം നമ്മൾ പറഞ്ഞിട്ടുള്ള പെട്ടകത്തെ പറ്റി അനവധി മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതെല്ലാം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃപാസനത്തെ പറ്റി പലപ്പോഴും അധികം പ്രസംഗങ്ങൾ വരാറില്ല. പെട്ടകത്തിൻ്റെ അത്രയും ഫേമസ് അല്ല കൃപാസനം. കൃപാസനത്തെ പെട്ടകത്തിൻ്റെ അക്സസറി ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ കാണാറുള്ളത്. അതിൻ്റെ തൊപ്പി പോലെ, അതിൻ്റെ മണ്ടയ്ക്ക് വെക്കാനുള്ള സാധനം പോലെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞ് ബുക്കോ വല്ലതും തരാം, ലൈറ്റായൊരു ബുക്കോ വല്ലതും. മോൻ്റെ ആ ബുക്കിങ് തരാമോ? 2 മിനിറ്റത്തെ. ക്യാൻ ഐ ബോറോ യുവർ ബുക്ക്? അത് വേണ്ട, ഇത് മതി. താങ്ക് യു. വണ്ടർഫുൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കപ്പ് വെള്ളം, ഇത് ഞാൻ കുറച്ച് കുടിച്ചില്ലെങ്കിലും ഈ പുസ്തകം ഇതിൻ്റെ അടപ്പാണോ? ഈ പുസ്തകം ഇതിൻ്റെ അടപ്പാണോ? പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇത് അടയ്ക്കുന്നു എന്നത് വാസ്തവമാണെങ്കിലും ഇതിൻ്റെ അടപ്പായിട്ട് ഇതിൻ്റെ കൂടെ വന്ന സാധനമല്ല. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചേക്കാണ്. 2 സാധനങ്ങളാണ്, അല്ലാതെ ഇതിൻ്റെ ബാക്കിയല്ല ഇത്. പക്ഷേ ഈ സാധനത്തോടൊപ്പം ഈ സാധനം വരേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഇത് കവർ ചെയ്തു വെക്കാൻ. താങ്ക് യു. കൃപാസനം എന്ന് പറയുന്ന ഈ മോന് വേണ്ടി ഒന്ന് കൈയടിക്കാം. കൃപാസനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നിത്യമായ ഉദ്ദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മർമ്മമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇൻഫാക്റ്റ് ദാവീദാണ് ശരിക്കും ദേവാലയത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. പണിയാൻ അനുവാദം കിട്ടാഞ്ഞിട്ടും ഒത്തിരി അധ്വാനിച്ചു. ദാവീദ് പറയുന്നത്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമായത്.
ഒത്തിരി സ്വർണം, ഒത്തിരി കാര്യങ്ങൾ. നമുക്കൊക്കെ ഒരു റോള് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ആ മിനിസ്ട്രിയായിട്ട് പോകത്തില്ല. ദാവീദിനോട് തൊടണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിക്ക് ആവുന്ന എല്ലാം ചെയ്തു വെച്ചു. തൊടുകെ ബാക്കി എല്ലാം ഞാൻ ചെയ്യുമെന്നും പറഞ്ഞ് ഓടിയത്. അങ്ങനെ ഹൃദയമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സത്യം, അങ്ങനെയുള്ള ആൾക്കാരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാമോ, മോശയ്ക്കാണ് ബ്ലൂ പ്രിൻ്റ് മുഴുവൻ കിട്ടിയത്. പക്ഷേ അകത്ത് കയറാൻ ആർക്കാണ്, ശുശ്രൂഷ ചെയ്യാൻ ആർക്കാണ് അവകാശം? അഹരോനാണ്. ഞാൻ ചോദിച്ചോട്ടെ, മോശയ്ക്കാണ് ബ്ലൂ പ്രിൻ്റ് കിട്ടിയത്, മോശയാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, മോശയുടെ പിള്ളേർ എപ്പോഴും പഴയ ഉടുപ്പാണ് ഇടുന്നത്. പുതിയ വെള്ള ഉടുപ്പൊക്കെ ആർക്കാ കിട്ടിയെന്ന് അറിയാം? അഹരോൻ്റെ മക്കൾക്കാ. എന്നിട്ടും ഈ മനുഷ്യൻ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെയുള്ളവരെ അവൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരുവൻ കയറി ദൈവത്തിൻ്റെ മുമ്പിൽ വട്ടം കയറി നിന്ന് ഒരു ജനതയ്ക്ക് മുഴുവൻ ദൈവം വേണേ ഒഴിവാക്കി കൊടുക്കും. അങ്ങനെയുള്ള മനുഷ്യർ, ദാവീദ്, മോശ, അവരിലൊക്കെ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു ഹ്യൂമിലിറ്റിയും സെൽഫ്ലെസ്നെസ്സും അവർക്കുണ്ട്. ദൈവം നോ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ അറിയാം. പക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് ഒരു തരി പോലും വെറുപ്പില്ലാതെ, ഹാർഡ്നെസ് ഇല്ലാതെ സെർവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടാകും. ലീഡർഷിപ്പ് മാറി നിൽക്കാൻ പറഞ്ഞ എന്നെ ഒഴിവാക്കിയതാന്നല്ല പറയുന്നത്. ഐ ഓണർ വാട്ട് ഗോഡ് ഡിഡ് ത്രൂ ഹിം. മേ ബി ഐ ഹാവ് എ ഡിഫറെന്റ് വിഷൻ. എനിക്കാണ് പണിയണമെന്ന് ആഗ്രഹം തോന്നിയത്. ദൈവം പറഞ്ഞു, നീ പണിയണ്ട. ഓൾ റൈറ്റ് ലോർഡ്, ബട്ട് ഐ വിൽ ഡു എവറിത്തിങ് ഐ ക്യാൻ ടു സപ്പോർട്ട് ദ വിഷൻ ദാറ്റ് യു ഹാവ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ദാവീദ് ദർശനമുള്ള, വെളിപ്പാടുള്ള, നമ്മൾ മിക്ക ആൾക്കാരെക്കാളും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഉൾക്കാഴ്ചയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാവീദ് പ്ലാനൊക്കെ വരച്ച് ദേവാലയത്തിൻ്റെ കാര്യം കൈമാറുമ്പോൾ, ഒന്ന് ക്രോണിക്കൽസ്, ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28:11 നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഈ കൃപാസനത്തെ പറ്റി ദാവീദിൻ്റെ കാഴ്ചപ്പാട്. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28:11 പെട്ടെന്ന് വായിച്ചിട്ട്. And David gave Solomon his son the plan of the vestibule of the temple and of its house, its treasuries, its upper rooms, its inner chambers, and of the room for the mercy seat. എന്നോട് വായിക്കാം. പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗൃഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനം എന്നിവയുടെ മാതൃക കൊടുത്തു. കൃപാസനം എന്നാണ് എഴുതിയേക്കുന്നത്. കൃപാസനത്തിന്റെ മാതൃക, കൃപാസന ഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. കൃപാസന ഗ്രഹം, പെട്ടകഗ്രഹം എന്നല്ലേ അതിന്റെ പേര് വരേണ്ടത്? കാരണം പെട്ടകമാണല്ലോ പലപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിപ്പോൾ ആ മുറിയുടെ അഡ്രസ്സ് ദാവീദ് പറയുന്നത് മേഴ്സി സീറ്റിൻ്റെ റൂം എന്നാണ് പറയുന്നത്. കൃപാസന ഗ്രഹം. അയ്യോ, പക്ഷെ കൃപാസനത്തിൻ്റെ അടി പെട്ടകമില്ലേ? പെട്ടകമല്ലേ ഇമ്പോർട്ടൻ്റ്. പക്ഷെ ദാവീദ് അതിന് പെട്ടകത്തിൻ്റെ മുറി എന്നല്ല വിളിക്കുന്നത്. എന്തിൻ്റെ മുറിയാണ്? കൃപാസനത്തിൻ്റെ ഗ്രഹം എന്നാണ് വിളിക്കുന്നത്. ഇത് ചെറിയ സാധനമാകാൻ ഒക്കത്തില്ല. പെട്ടകം ഇരിക്കുന്ന മുറിയിൽ പെട്ടകത്തിൻ്റെ മുറി എന്നല്ല വിളിക്കുന്നത്, കൃപാസനത്തിൻ്റെ മുറി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? കാരണം കൃപാസനം എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും ചിന്തിക്കാനൊക്കാത്ത മർമ്മം കൃപാസനവുമായി കിടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23 തൊട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 21 തൊട്ട് വായിച്ചോളൂ, പെട്ടെന്ന് പോകണം. കാരണം we have to cover a lot of ground and I want to minister to you if possible. റോമാലേഖനം 3-ാം അധ്യായം 21 തൊട്ട് പെട്ടെന്ന് വായിച്ചു. ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവിടെ ഞാൻ ഒരു നിമിഷം നിന്നോട്ടെ. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു കൃപയോട് നമ്മൾ കാണിച്ച ഏറ്റവും വലിയ അനീതിയാണ് ഹൈപ്പർ ഗ്രേസ്. പക്ഷേ കൃപയെ ശരിക്കും മനസ്സിലാക്കിയാൽ, ഈ ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ന്യായപ്രമാണം കൂടാതെ എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് എഴുതിയേക്കുന്നത് ന്യായപ്രമാണത്താൽ വരുന്ന നീതി കൂടാതെ, എന്നുവെച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ, എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ അബ്രഹാം മുഖാന്തരം വന്ന ഒരു ജനതയ്ക്ക് മാത്രമായി കൊടുത്ത ഒരു കവണൻ്റൽ കണക്ഷനായിരുന്നു ദ ലോ. ജാതികൾക്ക് ദൈവം അത് കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ഒരു ജാതിക്കും ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ്റെ വിധികളെ നിങ്ങൾക്ക് നൽകി. സോ ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി ഗിവൻ ടു ദ ജൂസ്. പക്ഷെ പൗലോസ് പറയുകയാണ്, ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ലാതെയും, കാരണം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവം എല്ലാവരുടെയും ദൈവവും അല്ലേ എന്നാണ് പൗലോസ് പറയുന്നത്. എന്നുവെച്ചാൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ആക്ച്വൽ പ്രമാണത്തെ പറ്റിയല്ല പറയുന്നത്, പ്രമാണത്തിൻ്റെ കീഴിലുള്ള ആ വ്യവസ്ഥ, ആ സംവിധാനത്തിന് അപ്പുറത്ത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അവിടെ പറയുന്നത് അങ്ങനെ. അപ്പം ന്യായപ്രമാണം കൂടാതുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനിൽ പാസ്റ്ററിനോട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഫോണിലാണ് സംസാരിക്കുന്നത്. കാരണം 2 ഭൂഖണ്ഡങ്ങളിലായിരിക്കും, അല്ലെ 2 സ്റ്റേറ്റുകളിലായിരിക്കും.
പക്ഷേ അതിനെനിക്ക് എന്തോ വേണമെന്നറിയോ? ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഒന്നും അറിയാതായിരിക്കും വിളിക്കുന്നവൻ കസാഖിസ്ഥാനിൽ നിൽക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ഇവിടുത്തെ ടൈം നോക്കിയാണ് ഞാൻ വിളിക്കുന്നത്, അവിടുത്തെ ടൈമിലായിരിക്കും അദ്ദേഹത്തിന് ഫോൺ കിട്ടുന്നത്. കൃപയാൽ നിങ്ങളുടെ ദേവദാസൻ അവൈലബിൾ ആയിട്ടുണ്ട്, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷേ ഇന്ന് ഞങ്ങൾ മുറിയിലിരുന്ന് സംസാരിച്ചപ്പോൾ കസാഖിസ്ഥാനിൽ റോമിങ്ങിൽ കവറേജ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. പക്ഷേ ഈ മുറിക്കകത്തിരുന്നപ്പോൾ ടെലിഫോൺ ലൈൻ കൂടാതെ കമ്മ്യൂണിക്കേഷൻ നടന്ന പോലെ ന്യായപ്രമാണം കൂടാതെ ഒരു നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത് വേണമായിരുന്നു അടുത്ത് വരാൻ, പക്ഷേ അത് കൂടാതെ ഒരു നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്. അതിലേക്ക് നമുക്ക് വരാം. വായിച്ചോളൂ, കണ്ടിന്യൂ പ്ലീസ്, ക്വിക്ക്ലി. Verse 22 onwards. Go on. 22. Okay. ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പക്ഷേ ഇനി ശരിക്കുള്ള ന്യായപ്രമാണത്തെ പറ്റി പറയുകയാണ്. വായിച്ചോളൂ. അതിന് ആക്ച്വൽ ന്യായപ്രമാണം എന്ന് വെച്ചാൽ പ്രമാണം. ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇവർ രണ്ടും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ നീതിയെ പറ്റി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ന്യായപ്രമാണത്തിലുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ നമുക്കറിയാം. നീതിയെപ്പറ്റി ദൈവനീതി വരുന്നു എന്നും ആമേൻ പുതിയ ഹൃദയം തരുമെന്നും ആത്മാവിനെ പകരുന്നു ഒക്കെ പ്രവചനമുണ്ട്. പക്ഷെ ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും ഈ നീതിയെ സൂചിപ്പിക്കുന്നതാണ്. പ്ലീസ് ഗോ ഓൺ, കണ്ടിന്യൂ. 23 തൊട്ട് ഇനി ഗൗരവത്തോടെ കേൾക്കണമേ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവവിശുദ്ധിക്ക് ചേരാത്തവരെന്നാണോ പറയുന്നത്? പാപം ചെയ്യുമ്പോൾ വിശുദ്ധിയല്ലേ പോകുന്നത്? അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് ഷോർട്ടായിപ്പോയി. They fell short of the glory of God. അപ്പോൾ പാപം വന്നതോടെ പറ്റിയത് തന്നെയാണ്, ദൈവ തേജസ് ഇല്ലാത്തവരായി. അവിടേക്ക് വരുവാണ് കേട്ടോ. വി ആർ ബിൽഡിംഗ് ടുവേർഡ്സ് സംതിങ്. അതുകൊണ്ട് ദയവായി ചെക്കൗട്ട് ചെയ്യരുത്. അടുത്ത് വായിച്ചോ. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഓക്കെ, പക്ഷേ ഈ പുതിയ വ്യവസ്ഥയിൽ അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. കണ്ടിന്യൂ റീഡിങ്. എനിക്കത് കയറണമെന്നുണ്ട്, പക്ഷേ 8 മണി ആയതുകൊണ്ട് എനിക്ക് തൊടാനൊക്കുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ whom God put forward as a propitiation by the blood to be received by faith. അപ്പോൾ യേശുവിനെ അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം, അപ്പം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ആരാണ് പ്രായശ്ചിത്തം? നോക്കിയേ, വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമാകുകയാണ്. എങ്ങനെ? തൻ്റെ രക്തം മൂലം. എൻ്റെ കൂടെ ഉണ്ടോ? അവനാണ് പ്രായശ്ചിത്തം, രക്തം മൂലമാണ് പ്രായശ്ചിത്തം. ഇനി കേട്ടോണം, ഈ പ്രായശ്ചിത്തം എന്ന വാക്ക് കൃപാസനം എന്ന വാക്കാണ്. ഇല്ല, കത്തിയില്ല. അവൻ പ്രായശ്ചിത്തമാണെന്ന് എഴുതിയിരിക്കുന്ന വാക്കാണ് പഴയ നിയമത്തിൽ കൃപാസനത്തിനുള്ള വാക്ക്. സെപ്റ്റുവജന്റ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ അവൻ കൃപാസനം എഴുതുന്നിടത്ത് എഴുതുന്ന വാക്ക് പ്രായശ്ചിത്തമെന്നാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു സിംബലായിരുന്നു മേഴ്സി സീറ്റ്. അതിൻ്റെ കവറിങ് നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ മേൽ മഹത്വം ഇറങ്ങാൻ കഴിയും. ആ മേഴ്സി സീറ്റ് വരാത്തിടത്തോളം മഹത്വം വരാൻ ഒക്കത്തില്ല. കാരണം ഈ മേഴ്സി സീറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രൊപ്പീസിയേഷൻ. അതിൻ്റെ മുകളിൽ മഹാപുരോഹിതൻ തളിക്കുന്ന രക്തം ഈസ് ദ മീൻസ് ഓഫ് പ്രൊപ്പീസിയേഷൻ. യേശു ആണ് പ്രൊപ്പീസിയേഷൻ. അവൻ്റെ രക്തം മുഖാന്തരമാണ് ആമേൻ പ്രൊപ്പീസിയേഷൻ. കൃപാസനം ആമേൻ കർത്താവിൻ്റെ ഇമേജ് ആയിട്ട് ദൈവം വെച്ചത് ന്യായപ്രമാണത്തിന് മുകളിലാണ്. എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ ആമേൻ മേളിലോട്ട് ദൈവം വന്നാൽ ആമേൻ ഇത് മുഴുവനും ലംഘിച്ച് ജീവിക്കുന്ന ജനമാണ് എല്ലാവരും. ആമേൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ ഈ പ്രമാണത്തിൻ്റെ മേളിലോട്ട് ഗ്ലോറി വന്നാൽ ശരിയാവത്തില്ല. പക്ഷേ ആമേൻ കൃത്യമായി ആ പ്രമാണം വെച്ചിരിക്കുന്ന പെട്ടകത്തിൻ്റെ അതേ അളവിൽ അതിൻ്റെ ഫുൾനെസ്സിനെ പെർഫെക്റ്റായി കവർ ചെയ്ത് കളയുന്ന ആമേൻ ഒരു കൃപാസനം ദൈവം അതിൻ്റെ മേൽ വെച്ചു. ആമേൻ
ആ കൃപാസനം ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മഹത്വത്തിന് ഇറങ്ങി വരാൻ കഴിയും. എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. പുതിയ നിയമത്തിൽ ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? മഹത്വം നഷ്ടപ്പെട്ടവന് പകരം മഹത്വത്തിന് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു വകുപ്പുണ്ടാക്കി തന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് he is the mercy seat. The glory can now come down on you because he is the mercy seat. He is the propitiation of our sins. എന്നോട് പറയാം. 1 ശമൂവേൽ 6:19 നിങ്ങൾ എടുത്തു നോക്കൂ. 1 ശമൂവേൽ 6:19 അവിടെ പറയുന്നത്, ബെത്ശമേശിലെ കുറെ ആൾക്കാര് ഫിലിസ്ത്യർ ഹൊഫ്നിയും ഫിനെഹാസിൻ്റെയും കാലത്ത് പെട്ടകം എടുത്തുകൊണ്ട് പോയി. ഹൊഫ്നിയും ഫിനെഹാസും ഈ പെട്ടകം എടുത്തുകൊണ്ട് പോയപ്പോൾ ദൈവം അവരെ കൊന്നോ? ഹലോ, ഇല്ല, കൊന്നില്ല. യുദ്ധം തോറ്റുപോയി. പെട്ടകം ഫിലിസ്ത്യർ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ദൈവം ന്യായം വിധിച്ച് ഈ പെട്ടകം അവർ മടക്കി കൊടുത്തു. പ്രായശ്ചിത്തമായി കുറേ എലിയും കുറേ ട്യൂമറും സ്വർണം കൊണ്ടുണ്ടാക്കി തിരിച്ചു കൊടുത്തു വിട്ടു. ഇത് ബെത്ശമേശി വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ബെത്ശമേശ്യർ വായിച്ചോ, ഇംഗ്ലീഷ് മലയാളം വായിച്ചോ. ബെത്ശമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകകൊണ്ട് they looked into the ark. അതിൽ എന്തോ ഇല്ലപ്പോ. ഈ ആർക്കിലേക്ക് അകത്ത് നോക്കാൻ ഒക്കാതെ ഒരു സാധനം അതിന്റെ മണ്ടയ്ക്ക് കവറിങ് നിൽക്കേണ്ടതാ. ഈ സാധനം മാറ്റിയാൽ കത്തി വരുന്നേ ഉള്ളൂ. ഈ ബെത്ശമേശ്യര് പെട്ടകത്തെ നോക്കി എന്നല്ല എഴുതിയേക്കുന്നേ, അതിന്റെ അകത്ത് നോക്കിയപ്പോ ദൈവം കുറെ എണ്ണത്തെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഈ മേഴ്സി സീറ്റ് ഇരിക്കുന്നത് കൊണ്ട് ആക്സസ് ഉള്ളത്. ഈ മേഴ്സി സീറ്റ് ഇല്ലാതെ മരണമാകേണ്ടത്. പഴയ നിയമം അങ്ങനെ പറയുന്നത് മരണത്തിന്റെ ശുശ്രൂഷ എന്നാ പറയുന്നത് പൗലോസ്. പക്ഷെ മരണത്തിന്റെ ശുശ്രൂഷയുടെ മുകളിൽ ഒരു കൃപാസനം ഇരുന്നത് കൊണ്ട് അവിടെ മഹത്വത്തിന് ഇറങ്ങി വന്ന് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയും. ദൈവം പെട്ടകത്തിൽ നിന്നല്ല ഗ്ലോറി വരുന്നത്. പെട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന മേഴ്സി സീറ്റിന്റെ മുകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. മോശയോട് പറഞ്ഞു, അവിടെ നിന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യും. പെട്ടകത്തിൽ നിന്ന് അരുളി ചെയ്യുമെന്നല്ല പറഞ്ഞത്, മേഴ്സി സീറ്റിന്റെ മണ്ടയ്ക്ക് ഞാൻ ഇറങ്ങി വന്ന് അവിടുന്ന് അരുളി ചെയ്യും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, പുതിയ വ്യവസ്ഥയുടെ കീഴിൽ നിങ്ങൾ യേശുവിന്റെ അടുത്ത് വരുമ്പോ സംഭവിക്കുന്നത് മേഴ്സി സീറ്റ് ആയവന്റെ, പ്രൊപ്പീസിയേഷൻ ആയവന്റെ കെയർ ഓഫിൽ വരുമ്പോ യു ഹാവ് ആക്സസ് ടു ദ ഗ്ലോറി വിത്തൗട്ട് ഫിയർ. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത്. ധൈര്യത്തോടെ എങ്ങോട്ട് പോവാം? കാരണം മരിച്ചു പോകുന്ന ഇനി പേടിയില്ല. കാരണം അവൻ പ്രൊപ്പീസിയേഷൻ വരുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് the glory can come. I say this very seriously. I'm just waiting on the Lord. ഇന്ന് രാത്രി നിങ്ങൾ ചിലരുടെ മേൽ ഗ്ലോറിയുടെ ഒരു ഇടപെടലുണ്ടായി തുടങ്ങും. ദൈവമഹത്വത്തിൻ്റെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പഴയ നിയമത്തിലൊന്നും സാധാരണ മനുഷ്യർക്കെങ്കിലും പോകാനൊക്കാത്ത ഭയങ്കര മഹത്വം. പക്ഷെ ഇന്ന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയും. കാരണം കാളകളുടെയും കോലാട്ടുകോട്ടന്മാരുടെയും ഒന്നും രക്തമല്ല, അവൻ്റെ രക്തമെടുത്ത് സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറി ചെന്ന് he presented his blood. He is the propitiation. It is by his blood, and now both are in the presence of God. Now the glory can come on you easily. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ മഹത്വം ഇറങ്ങിയാൽ പല നോർമൽ കാര്യങ്ങളും മാറും. ആ മഹത്വം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അറിയുന്ന പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് ചിന്തിക്കുന്നത് പലതും നോർമലായി സംഭവിക്കാനായി തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം നൽകുന്നെന്ന് പറയുന്നത് അല്ലേ? by the mediation of the angels. ദൂതന്മാരും മോശയും ഒക്കെ ആ പർവ്വതത്തിലുണ്ടായിരുന്നു. ദൂതന്മാർ മുഖാന്തരമാണ് ദൈവം ഇത് കൊടുത്തത്. അപ്പം ഈ പെട്ടകത്തിൻ്റെ മുകളിൽ ഈ മേഴ്സി സീറ്റ് വെച്ചേക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പെട്ടകത്തിലല്ല ദൂതൻ ഇരിക്കുന്നേ. എവിടെ ഇരിക്കുന്നതെന്നറിയോ?
ആ മേഴ്സി സീറ്റിൻ്റെ 2 സൈഡിലും 2 കെരൂബുകളെ വെച്ചേക്കുക. എന്നിട്ട് ഇവർ നോക്കുക. ഞാൻ ഈ പെട്ടകത്തിൻ്റെ മെസ്സേജിനകത്തൊക്കെ നമ്മൾ വിചാരിച്ചു, അയ്യോ ദൂതൻ പെട്ടകത്തിലോട്ട് നോക്കിയിരിക്കുക. ദൂതന് പെട്ടകത്തിൻ്റെ അകത്തുള്ളത് അറിയാം. അവർ കൂടെയാണ് ദൈവം ഇത് കൊടുത്തത്, കൈമാറിയത്. പക്ഷെ ദൂതന് മനസ്സിലാവാത്ത ഒരു സാധനമുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് കവറിംഗ് ആയി നിൽക്കുന്ന ഈ മേഴ്സി സീറ്റിനെ ദൂതന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ്, ഏഞ്ചൽസ് ലോങ് ടു ലുക്ക് ഇൻടു ദീസ് തിങ്സ്. ദൂതന്മാർ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ സംഭവം? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മഹത്വം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ സന്നാഹമായി ദൂതന്മാർ ഇറങ്ങാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് നടക്കാത്തത് ഈസിയായി ഞാൻ കാണുന്നൊരു കാഴ്ച എനിക്കറിയാം. വലിയ താഴിട്ട് പൂട്ടിയിരിക്കുന്ന, ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്നത്. അവൻ ഒരിക്കൽ പത്രോസിനെ കുറേ ഗേറ്റുകൾക്കകത്ത് കൊണ്ടിട്ട് പൂട്ടി 2 കയ്യാമോ ഇട്ട് അവൻ അടുത്ത ദിവസം കൊല്ലാനിട്ടേക്കുക. രാത്രി ഒരു ദൂതം വന്നു തട്ടി എണീപ്പിച്ചു. എന്നിട്ട് അവിടെ പറയുന്നത്, ഇവർ പോകുന്നു, ഡോറൊക്കെ തന്നെ തുറക്കുക. ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാവിൽ കാര്യം പറയാം. അവൻ ഈ മിനിസ്ട്രി അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിലരുടെ മേലിട്ട താഴുകൾ താനെ തുറക്കാൻ പോവാ. നിങ്ങളെ അടച്ചിട്ട ആ അടഞ്ഞു കിടന്ന വാതിലുകൾ താനെ സലാം അടിച്ചു തുറക്കും. ലോബ്ര സെക്കോ നൊറോക്കോ ലേബ്ര കസറ കത്തേരെ ലേസ്ബോറോ ഷദൽക്കരാ ദിഗനെ ഹസ്മ. മനുഷ്യർ വെച്ചത് മാത്രമല്ല, സൂപ്പർ നാച്ചുറലായ താഴുകൾ തുറന്നു വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പറയുകയാണ്. അവൻ സൂപ്പർ നാച്ചുറലായ ദുരാത്മാക്കൾ കെട്ടിപ്പൂട്ടിയ പൂട്ടുകൾ ഇന്ന് രാത്രി തുറക്കും. ബിക്കോസ് ദ ഗ്ലോറി ബ്രിങ്സ് ദി ഏഞ്ചൽസ്. ദേ കൻ ഈസിലി ഓപ്പൺ തിങ്സ് ദാറ്റ് ദി എനിമി ലോക്ക്ഡ്. അവൻ നിങ്ങൾ മുട്ടിയിട്ട് തുറക്കാത്തത് അധ്വാനിച്ച് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം, ദൈവോദ്ദേശമാണെന്നറിയാം. നിങ്ങൾക്ക് പുറത്തു പോകണം. പത്രോസ് പുറത്തു പോകേണ്ട ദൈവോദ്ദേശമല്ലേ? അവൻ കാരാഗൃഹത്തിൽ കിടന്ന് മരിക്കേണ്ടവനല്ല. പക്ഷേ പത്രോസ് വിചാരിച്ച ഇത് തുറക്കത്തില്ല. ദൂതൻ വിചാരിച്ചാൽ തുറക്കും. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ചിലർ നിങ്ങളുടെ ദൈവോദ്ദേശത്തിൽ കയറാതെ നിങ്ങളെ പൂട്ടിയിട്ട താഴുകൾ ഇന്ന് രാത്രി പലരുടെ മേൽ നിന്നും തുറന്നു മാറും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. ലോബ്ര സെക്കോനോ ഹർക്കോ ലെംറാകെ സതോന ഷദൽ ബറാസഖോറോ കേദിയാന ലാബ്രോ സൊക്കോറോ ദൊറോക്കോസി. നിങ്ങൾ ചിലരുടെ യാത്രകളോടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന അടവുകൾ അവൻ ഇന്ന് രാത്രി തുറന്നു വരാൻ തുടങ്ങും. അവൻ നിങ്ങൾ യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് ഇനിയും തടയാൻ കഴിയാതെ അവൻ തുറന്നു തരുന്ന അവൻ ദൈവിക ദൂതന്മാരുടെ ഇടപെടലുകൾ ഇന്ന് രാത്രി മുതൽ അവൻ ചിലർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുകയാണ്. വീസകൾ ഒരുങ്ങി വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. Every restriction that the enemy placed, ശത്രു വെച്ച തടസ്സങ്ങൾ, ശത്രു വെച്ച പൂട്ടുകൾ, ശത്രു വേണ്ടെന്ന് പറഞ്ഞെടുത്ത് അവൻ ഇനി അതിന് നിൽക്കാൻ കഴിയാതെ അവൻ സന്നാഹമായി ദൂതന്മാർ ഇറങ്ങി തുടങ്ങട്ടെ. അപ്പ അവൻ ദേശങ്ങളിൽ അവൻ ചലിച്ചു തുടങ്ങട്ടെ. ലോംറെ കോബ സെത്തോനോ കോസി. ഈവൻ വീസ ലഭിച്ചിട്ട് ആ ദേശത്ത് നീ ഇറങ്ങിയാൽ നിന്നെ തിരിച്ചുവിടുന്ന വ്യവസ്ഥയുണ്ടാക്കുമെന്ന് പറയുന്ന ചില ദൂരദേശങ്ങളിൽ പോലും അവൻ നിനക്ക് വേണ്ടി വഴി തുറന്നിടുന്ന അവൻ ദൂതന്മാരുടെ ഒരു ചലനം ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ചലിക്കുന്നത് എനിക്കറിയാം. ശോബ്ര കനഹ സെലോ കൊറോത്തെ. എനിക്ക് എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. ഒത്തിരി ലോഡ് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു എൻ്റെ അടുത്ത്, തിങ്ക് അബൌട്ട് ദീസ് തിങ്സ്, ദ ലോർഡ് വിൽ ഗിവ് യു അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചാൽ മതി. 2 സംഭവിക്കാൻ പോകുന്നത്, ഓ ഗ്ലോറി, മോശയുടെ ഒരു കാര്യമാണ്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ മോശയുടെ മൂടുപടത്തെപ്പറ്റി പൗലോസ് എഴുതുന്നൊരു വെളിപ്പാടുണ്ട്. മോശ മാഞ്ഞു പോകുന്ന മഹത്വം, ഫെയ്ഡിങ് ഗ്ലോറി, ജനം കാണണ്ട എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഗ്ലോറി കൂടിയിട്ട് ജനത്തിൻ്റെ കണ്ണ് മഞ്ചി എന്നല്ല പൗലോസ് എഴുതുന്നത്. നമുക്ക് ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവിടെ എഴുതിയേക്കുന്നത്, മോസസ് നോട്ട് വാണ്ടിങ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് സീ ദ ഫെയ്ഡിങ് ഗ്ലോറി, ഹി കവേർഡ് ഹിസ് ഫേസ്. അപ്പോൾ പഴയ നിയമം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പോകുമ്പോൾ മോശ എന്ത് ചെയ്യും? മൂടുപടം മാറ്റും.
പക്ഷെ പുറത്തിറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? കാരണം താങ്ക് യു, അതിന് കുറച്ച് മുമ്പ് തൊട്ട് വായിക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അവിടെ പറയുന്നത് വണ്ടർഫുൾ. കുറച്ചുകൂടെ മുമ്പോട്ട് വായിച്ചാട്ടെ, നിങ്ങളെടുത്ത സ്ഥിതിക്ക് സമയത്തിൻ്റെ പരിമിതി കാരണം എനിക്കൊരു വണ്ടർഫുൾ മതി. ഇഫ് വാട്ട് വാസ് ബീയിങ് ബ്രോട്ട് ടു ആൻ എൻഡ് കെയിം വിത്ത് ഗ്ലോറി, എന്ന് വെച്ചാൽ നീക്കം വരുന്നതിൻ്റെ മേൽ തേജസ് ഉണ്ടായിരുന്നെങ്കിൽ നീക്കം വരാത്ത സാധനം എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. അടുത്ത വാക്യം ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നെക്സ്റ്റ് വേഴ്സ് വായിച്ചു പോകാം. മോശെ പോലെയല്ല, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്തെ എന്ത് ചെയ്തു? അപ്പം ഈ നീങ്ങിപ്പോകുന്ന സാധനം, അതുകൊണ്ട് അത് ഫെയ്ഡ് ചെയ്യുന്നത് കാണുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് മറച്ചു. അപ്പം എന്താ സംഭവിച്ചത്? വായിച്ചേ. മോശ വായിച്ചോ. നീങ്ങിപ്പോന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഗ്ലോറി മറയ്ക്കപ്പെട്ടതോടെ അവർക്ക് പിന്നെ കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയത്തെ അത് ബാധിച്ചു. അവരുടെ ഹൃദയം എന്തു പറ്റി? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗ്ലോറി മറച്ചാൽ ഹൃദയം കഠിനപ്പെടുമെങ്കിൽ ഗ്ലോറി റിവീൽ ആയാൽ എന്തോ സംഭവിക്കും? നല്ല കട്ടിയുള്ള സ്റ്റീലാണേലും ഭയങ്കര ചൂടത്തിട്ട് ഫേണസിലിട്ട് കഴിയുമ്പോൾ അത് വളയാൻ തുടങ്ങും, അതിന് രൂപം കൊടുക്കാൻ കഴിയും. ഇറ്റ് ബിക്കംസ് പ്ലയബിൾ, ഇറ്റ് ബിക്കംസ് മാലിയബിൾ. കാരണം ആ ചൂടിൽ, ആ റെഡ് ഹോട്ട് സ്റ്റേറ്റിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഗ്ലോറി ഇറങ്ങി നിൽക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇസ് ഈസി. ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് മാറാൻ പോകും, മാറിത്തുടങ്ങാൻ തുടങ്ങും. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? അത് ഒത്തിരി ഹെവി ആയി പോകുന്നുണ്ടോ? മനസ്സിലാവുന്നുള്ള ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞെന്ന് മാത്രം കേട്ടു ഞാൻ കൈപൊക്കി ആമേനും പറഞ്ഞില്ല. ഇല്ല, നിങ്ങൾ ജെനുവിനായി ആണ് കൈപൊക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, അവിടെ ഗ്ലോറി, കൃപാസനമാണ് നമ്മുടെ വിഷയം. അതിൻ്റെ മേൽ മഹത്വം ഇറങ്ങാൻ കഴിയുമെങ്കിൽ, അത് നമുക്ക് ആക്സസ് തരുമെങ്കിൽ, ആ ഗ്ലോറി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടത് റിവേഴ്സ് ആകാൻ തുടങ്ങും. ഈ ഗ്ലോറി മറച്ചാൽ ഹൃദയം കഠിനപ്പെടുമെങ്കിൽ, എന്ന് വെച്ചാൽ ആ ഫർണസിൻ്റെ ചൂടിൽ നിന്ന് ഇതിനെ മാറ്റിയാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഹാർഡാവും സ്റ്റീല്. പക്ഷേ ഇതിനെ വീണ്ടും അതിനകത്ത് കൊണ്ട് കയറ്റിയാൽ ഈ ഹാർഡായിരുന്ന സാധനം ചലിക്കാനായി തുടങ്ങും. എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. ഗ്ലോറി വരുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ദൈവത്തിന് സെൻസിറ്റീവ് ആവാൻ തുടങ്ങും. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത് ഈസിയായി തുടങ്ങും. മറഞ്ഞിരിക്കുന്നതായിട്ടല്ല, വ്യക്തമായി നിങ്ങൾ ചിലരുടെ ചെവികൾ റിലീസാകാൻ തുടങ്ങും. നിങ്ങൾ വചനം വായിക്കുമ്പോൾ പുതിയ വെളിപ്പാടുകൾ ഉണ്ടായി വരും. നിങ്ങളുടെ കണ്ണുകൾ ദൈവം തുറക്കാനായി തുടങ്ങും. ഗ്ലോറിയിൽ നിൽക്കുമ്പോൾ the heart is easy. ആക്ച്വലി പൗലോസ് അത് വ്യക്തമായി പറയുന്നു. താഴോട്ട് വായിച്ചാട്ടെ. ക്രിസ്തുവിലാണ് ഇത് മാറുന്നത്. അടുത്ത വാക്യം വായിച്ചേ. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കാരണം ആ മൂടുപടം മോശയുടെ മുഖത്താണ് മോശ ഇട്ടത്, പക്ഷേ അത് ശരിക്കും എവിടെ എന്ന് വീണ്? അവരുടെ ഹൃദയത്തിൻ്റെ മണ്ടയ്ക്കാണ്. ആ വെളിപ്പാടില്ലാത്തൊരവസ്ഥയായി. പിന്നെ വചനം എടുത്തേച്ച് എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വചനത്തെ വളച്ചെടുത്ത് കോർത്ത് മുത്തുമാലയാക്കി അവതരിപ്പിക്കുന്നൊരവസ്ഥയായി. പുതിയ മർമ്മങ്ങൾ വരത്തില്ല സഭയിൽ. കാരണം എന്നാ? ഗ്ലോറിയിലല്ല ഞാൻ നിൽക്കുന്നത്, എനിക്ക് പ്രസംഗം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രാമൻ പറഞ്ഞേ, ഡോണ്ട് ഡു ദാറ്റ്. You have access to the glory. Why do something else? മഹത്വത്തിന് നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. പ്രസംഗം ഉണ്ടാക്കാനിരിക്കരുത്, ദൈവശബ്ദത്തിനായിരിക്കണം, അരുളപ്പാടിനായിരിക്കണം. കാരണം അത് അവൈലബിൾ ആണെന്ന് അവൻ പെട്ടെന്ന് വായിച്ചു പോകും. കാരണം എനിക്ക് എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം മാറിക്കഴിഞ്ഞാൽ ഇനി കേൾക്കണം ഈ സാധനം. കാരണം കുറെ പേര് ഈ വാക്യം തെറ്റിദ്ധരിച്ചാണ് വായിക്കുന്നത്. വായിച്ചോ. കർത്താവ് ആത്മാവാകുന്നു. അതിലേക്ക് ഒന്നും കയറാൻ എനിക്ക് ഒക്കുന്നില്ല. Now the Lord is the Spirit. പറഞ്ഞു വിടാം. വായിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമാണെന്നറിയാമോ? നോക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ചിലർ അത് ജീൻസ് ഇടാനുള്ള സ്വാതന്ത്ര്യം, അതിനും ഇതിനുള്ള സ്വാതന്ത്ര്യം, എന്നിട്ട് പിന്നെ അതിനെതിരെ ആരെങ്കിലും ഒക്കെ പ്രസംഗിക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇറ്റ് അലൗസ് യു ആക്സസ് to the intimacies of God. Where the Spirit of the Lord is,
there is freedom to access it. അങ്ങനെ പറയുന്നത് where the spirit of the Lord is, there is freedom. അടുത്ത വാക്യം നോക്കൂ, എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? പെട്ടെന്ന് വായിച്ചാൽ and we, അപ്പം ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇത് വേറെ വിഷയമല്ല. കാരണം ഇത് അവസാനിക്കുന്നത് എന്തോ, ദിസ് കംസ് ഫ്രം ദ ലോർഡ് ഹു ഇസ് ദ സ്പിരിറ്റ്. കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞു നൗ ദ ലോർഡ് ഇസ് ദ, ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു. എന്നിട്ട് ആത്മാവായ കർത്താവിൽ നിന്നാണ് ഇത് വരുന്നതെന്നാണ് അവസാനം പറയുന്നത്. എന്താണ് വരുന്നത്? ആമേൻ. നമ്മൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഞാൻ പറഞ്ഞില്ലയോ, ഗ്ലോറി വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എളുപ്പമാണ്. ഞാൻ ശ്രമിച്ചിട്ട് മാറാത്ത സ്വഭാവങ്ങൾ അനായാസം മാറാനായി തുടങ്ങും. എനിക്ക് തന്നെ മനസ്സിലാവില്ല, അയ്യോ എനിക്കിപ്പോ അത് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. There is glory available. മഹത്വം വരുമ്പോൾ, ആമേൻ, ആത്മാവ് സ്വാതന്ത്ര്യം തരുമ്പോൾ, ആമേൻ, ഞാൻ പിന്നെ പഴയ ആമേൻ ഞാൻ ഇത് ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതാ പുതിയ നിയമം. അത് ചെയ്യില്ല ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് വരുന്നതല്ല. അത് ചെയ്യില്ല ഇത് ചെയ്യില്ലെന്നൊക്കെ എഴുതിയ പ്രമാണം ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ അത് ചെയ്ത് തീർക്കുന്നതാണ്. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? കാരണം ദൈവത്തിന് പഴയ നിയമം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട, അയ്യോ നിങ്ങളുടെ പാപങ്ങൾ കറപുരണ്ട തുണിയെന്നല്ല പറഞ്ഞേ, നിങ്ങളുടെ നീതിപ്രവൃത്തിയാണ് കറപുരണ്ട തുണി. കാരണം എന്നാണെന്നറിയോ? ഞാൻ ഒരിക്കൽ ഒരു എക്സാമ്പിള് വളരെ രസകരമായത് ഞാൻ കേട്ടു. ഒരിക്കൽ ഹല്ലേലൂയ ലോർഡ്, കർത്താവ് ക്ലോക്കിനെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിർത്തിയായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. ഒരിക്കൽ ഒരു പരസ്യം വന്നു. അപ്പം ജോലിയില്ലാത്തൊരു മനുഷ്യൻ, അന്ന് ഈ പത്രത്തിലൊക്കെ തപ്പുന്ന ഒരു കാലം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ പുള്ളിക്ക് ജോലി എങ്ങും നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സൂവിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കണ്ടു. പുള്ളി പോയി നോക്കി, എന്താണ്, കേജ് ക്ലീൻ ചെയ്യുവാണോ, ജീവികൾക്കൊക്കെ ആഹാരം കൊടുക്കുവാണോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ കുരങ്ങ് ചത്തുപോയി, പുതിയ കുരങ്ങ് വരുന്നവരെ ഞങ്ങൾക്ക് കുരങ്ങിനെ വേണം, ഞങ്ങൾ കുപ്പായം തരാം, നീ മരത്തെ കയറി മാറി അങ്ങ് ഇരുന്നാൽ മതി, ഒത്തിരി അടുത്ത് വരില്ല, സിപ്പൊന്നും മനുഷ്യർ കാണില്ലേ സൂട്ടിൻ്റെ, നീ ഇതൊക്കെ ഇട്ട് കുരങ്ങിൻ്റെ തൊട്ട് അവിടെ അങ്ങ് ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ പുള്ളിക്ക് സുഖം, രാവിലെ കയറിയിരിക്കും, പഴമൊക്കെ തിന്നും, പുള്ളി ഇങ്ങനെ ഇട്ടിരിക്കും. പക്ഷെ മനുഷ്യനല്ലയോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ദൈവം തന്നാലും ഇടയ്ക്ക് വേലിയാടും, ബോറടിച്ചിട്ട്. സ്വത്രം അത് പറഞ്ഞു വിടും. അപ്പോൾ എല്ലാ ദൈവം എന്തിൻ്റെ കുറവായിരുന്നു? ഇല്ല, ദാവീദിന് എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഊറിയാവിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ പുള്ളിക്ക് പോകണം, മനസ്സിലായില്ല. ദൈവം ചോദിച്ചേടാ, നിനക്ക് ഭാര്യമാരില്ലേ? ശൗലിൻ്റെ ഭാര്യമാരും ഞാൻ തന്നെ, ഇന്നൊന്നും പോരെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, കുറച്ചുകൂടെ കിട്ടത്തില്ലായിരുന്നു അന്നത്തെ രീതിയിൽ. എന്തിനാ ഈ വല്ലവരുടെയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചിലർക്ക്. എല്ലാം കിട്ടിയാലും മനുഷ്യന് വല്ലവരുടെയും കയ്യിലിരിക്കുന്നേ സ്വത്രം. വല്ലവരോടും ദൂത് പറയുമ്പം എനിക്കാണ് അസൂയ. അവർക്ക് കിട്ടിയിട്ട് പോലും ഇല്ല, ദൂതേ കിട്ടിയിട്ടുള്ളൂ, അതിനോട് അസൂയ. ആരെങ്കിലും വെളിപ്പാട് കാണാൻ തുടങ്ങി അവനോട് അസൂയ, എനിക്കെന്താ കാണാനൊക്കെ. എന്ത് കഷ്ടം, ചോദിച്ചാൽ കിട്ടത്തില്ല, എന്തിനാ അസൂയപ്പെടുന്നു? അപ്പോൾ ഈ കുരങ്ങിന് ബോറടിച്ചിട്ട് പുള്ളി ഇങ്ങനെ അപ്പുറത്തെ മരത്തോട്ടൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ സൂക്ഷിപ്പിച്ചിട്ട് കുറഞ്ഞു. അങ്ങനെ പുള്ളി ചെയ്ത് ഒരിക്കൽ ഇച്ചിരി അങ്ങ് അപ്പുറത്തായി പോയി, തെന്നി സിംഹത്തിൻ്റെ കൂട്ടി വീണു. അതുവരെ കുരങ്ങായിട്ടിരുന്ന ആൾ നല്ല ശുദ്ധ ഇംഗ്ലീഷിൽ My God, save me! സിംഹം കണ്ടു, സിംഹം എഴുന്നേറ്റ് വന്നു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് പിന്നെ ശബ്ദമൊന്നും വരുന്നില്ല. ഈ പേടി ഒരു പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനങ്ങുന്നില്ല. ഇയാളിങ്ങനെ ഇരിക്കുക. ഈ വെപ്രാളം കണ്ട് സിംഹം അടുത്ത് വന്നേച്ച് പറഞ്ഞു, മിണ്ടാതിരിടാ, നമ്മൾ രണ്ടുപേരുടെയും ജോലി പോകുന്നു. എന്നറിയോ, അവിടെ വരുന്ന സകലമായ പേരും ഇത് സിംഹമാണെന്ന് വിചാരിച്ചാലും ഈ ജോലി കൊടുത്ത സൂക്കാരനറിയാം ഇത് സിംഹമല്ല, കുപ്പായം ഇട്ട് വെച്ചേക്കുക, അകത്ത് സത്യം പറഞ്ഞ മനുഷ്യനാ. മനസ്സിലായില്ല? ദൈവത്തിന് ഇതെല്ലാം അങ്ങ് അനുസരിച്ചാലും ദൈവത്തിനറിയാം ഇതിൻ്റെ അകത്തിരിക്കുന്ന പാപിയാന്ന്. അതാ ദൈവം പറഞ്ഞു, നിങ്ങളുടെ നീതിപ്രവൃത്തികൾ ചിമ്പാൻസിയുടെ സൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാൽ മറ്റുള്ളവർക്ക് തോന്നും, അയ്യോ എന്തോ ഒരു വിശുദ്ധനാന്ന്. ദൈവത്തിനറിയാം ഇതിനകത്തിരിക്കുന്ന സാധനം എന്തോന്നു. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ വ്യവസ്ഥയുടെ കീഴിൽ വന്നപ്പോൾ ഉള്ളുകൊണ്ട് റീബ ഖശറബഹ
പുറമെ ആരാണ്ട് നിയന്ത്രിച്ചിട്ടല്ല. ആമേൻ. പുതിയ സ്വഭാവത്തിന്റെ ഉടമസ്ഥാവകാശികളായി. ആമേൻ. Partakers of the divine nature. ആമേൻ. Whereby have പത്രോസിന്റെ ലേഖനം 1 പത്രോസായി പറയുന്നത്, whereby we've been given exceedingly great promises, whereby we can become partakers of the divine nature. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് ഈ ലോകത്തിൽ മോഹത്താൽ വരുന്ന അത് എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടല്ല, പുതിയൊരു സ്വഭാവം എന്നിൽ വന്നിട്ടാണ്. ആ വ്യവസ്ഥയ്ക്കാണ് നമ്മളെ ദൈവം വിളിച്ചത്. ആ വ്യവസ്ഥയിൽ ജീവിക്കാനാണ്. കഷ്ടപ്പെട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കുന്നതോ യേശു മരിച്ചതുകൊണ്ട് ഇനി എന്തോ ആവാം എന്ന് പറയുന്നതോ രണ്ടും പ്രശ്നകരമാണ്. യേശു മുഖാന്തരം ഇന്ന് ഞാൻ ജീവിക്കുന്നത് വേറൊരു പ്രതലത്തിലാണ് എന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാനൊക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സോ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഈസി ഇൻ ദ ഗ്ലോറി. മഹത്വത്തിൽ രൂപാന്തരം എളുപ്പമാണ്. മഹത്വത്തിൽ ദൂതന്മാർ എളുപ്പത്തിൽ വരാൻ തുടങ്ങും. മഹത്വത്തിൽ അധികാരികൾ നിങ്ങളുടെ സഭയിൽ വരാൻ തുടങ്ങും. ദേശത്തെ ഭരിക്കുന്നവർ നിങ്ങളുടെ കൂടെ വന്ന് ആരാധിക്കാനായി തുടങ്ങും. ആമേൻ. യെശയ്യാവ് പറഞ്ഞു എന്നാന്നറിയോ? കിങ്സ് വിൽ കം ടു യുവർ ലൈറ്റ്. ആ വാക്യം ഒന്ന് എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം. ആമേൻ. ഇതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. ഐസയ്യാ ചാപ്റ്റർ 60 വേഴ്സ് നമ്പർ 3. പ്രൊഫറ്റിക് ആണെങ്കിലും പ്രസന്റ് ടെൻസിൽ അതിന്റെ സിഗ്നിഫിക്കൻസ്. ആമേൻ. നേഷൻസ് ഷാൽ കം ടു യുവർ ലൈറ്റ്. വായിച്ചേ. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ആ ശോഭ നിങ്ങളുടെ മേൽ വന്നാൽ, ആമേൻ, നിങ്ങൾ അതിൽ റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആമേൻ, ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഐ എം ടെല്ലിങ് യു, സാധാരണ മനുഷ്യർ ചെന്ന് വിളിച്ചാൽ കയറിപ്പോലും ചെല്ലാനൊക്കാത്ത ഇടത്ത് നിങ്ങൾക്ക് ദൈവം വാതിലുകൾ തുറന്നു തരാൻ തുടങ്ങും. ഈസി ആവാൻ തുടങ്ങും. കണക്ഷൻസ് വരാൻ തുടങ്ങും. ബിക്കോസ് ദ ഗ്ലോറി ഈസ് ഹിയർ. പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ചെന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ പറഞ്ഞു പോയത്. ഈ മഹത്വം മോശയുടെ മേൽ വന്നപ്പോൾ, മോശ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോഴെല്ലാം മഹത്വം വരും. ഈ മഹത്വം വന്നപ്പോൾ മോശ കുറച്ച് നേരത്തേക്ക് മഹത്വം കൊണ്ട് വാവ് അമേസിങ് വാട്ട് ആൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുമല്ല. മോശയുടെ ത്വക്ക് നിങ്ങളുടെ ശരീരത്തെ അത് ബാധിക്കാൻ തുടങ്ങും. Your body will start recovering. Your body will start operating on a level that is not normal. പഴയ നിയമത്തിൽ ദൈവം അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ദിനങ്ങൾ പോലെയാകും നിങ്ങളുടെ ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് യുവർ ഡേയ്സ്, എന്നോട് ചേർന്ന് പറഞ്ഞ ആസ് യുവർ ഡേയ്സ് സോ ഷാൽ യുവർ സ്ട്രെങ്ത് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ 80 വയസ്സുള്ള, വർഷങ്ങളുടെ ഏജ് പറഞ്ഞല്ലോ കേട്ടോ, 90 ഇയേഴ്സോ 100 ഇയേഴ്സോ ആവട്ടെ, ഈ 100 ഇയേഴ്സ് ഉള്ള ആളുടെ ബലം ആണോ 20 ഇയേഴ്സ് ഉള്ള ആളുടെ ബലമാണോ കൂടുതൽ? പക്ഷെ ദൈവം പറഞ്ഞു എന്നാന്നറിയോ? ആസ് യുവർ ഡേയ്സ് സോ ഷാൽ യുവർ സ്ട്രെങ്ത് ബി. ശരിക്കും കേടുവന്ന ഒരു ആദാമ്യ പരമ്പരയുടെയാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ഈ സഹിക്കുന്നത്. ഒരു കാലത്ത് ഇതെല്ലാം മാറും. പക്ഷെ ഒറിജിനൽ വ്യവസ്ഥ എന്തായിരുന്നെന്നറിയാമോ? അവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ വൈഫ് ദേവാസിൻ്റെ പേര് വരുന്നില്ല, ശരത് ബ്രദറിൻ്റെ കുഞ്ഞ് ഇപ്പം എത്ര വയസ്സുണ്ട്? മൂത്താള് 10. ഈ 10 വയസ്സുള്ളപ്പോഴാണ് എന്തി കുഞ്ഞെന്തി ഉണ്ടോ ഇവിടെ? സിസ്റ്റർ ഒന്ന് കൈവെക്കോ. ആളെന്തി അവിടെ ഉണ്ടോ? അവിടെ. ഈ 10 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിനുള്ള ബലമായിരുന്നോ 2 വയസ്സുണ്ടായിരുന്നപ്പോൾ? വിച്ച് ഈസ് ഗ്രേറ്റർ? 10 സ്ട്രെങ്ത് കൂടുതൽ. 5 മാസമുള്ള കുഞ്ഞിനാണോ 2 വയസ്സുള്ള കുഞ്ഞിനാണോ ബലം കൂടുതൽ? എന്ന് വെച്ചാൽ ആസ് യുവർ ഡേയ്സ് സോ ഷാൽ യുവർ സ്ട്രെങ്ത്. 1 വയസ്സുള്ളതിനേക്കാളും 2 വയസ്സുള്ളപ്പോൾ ബലം കൂടുക ചെയ്തേ, അതിനേക്കാളും ബലം 20 വയസ്സുള്ളപ്പോൾ കൂടുക ചെയ്തേ. പക്ഷേ ഉണ്ടല്ലോ, ഏക മനുഷ്യനാൽ പാപം നിമിത്തം മരണവും എല്ലാവർക്കും വന്നതോടെ ഇതിങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി തുടങ്ങി ഒരു പരുവായി കഴിഞ്ഞാൽ ഇങ്ങനെ കൂപ്പൂത്താൻ തുടങ്ങും. അതല്ലായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ പോകണം. 100-ലിരിക്കുന്നവൻ 100 ഓടുന്നത്, അവൻ 20-നേക്കാളും ബലമുണ്ട് 100. ഈ വ്യവസ്ഥയിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ അവൻ അതിന്ന് വീണുപോയി. പക്ഷെ നിങ്ങൾക്കറിയാമോ, പുതിയ വ്യവസ്ഥ ദൈവം ഒരു വ്യവസ്ഥ ആക്കി വെച്ചപ്പോൾ, ഈ മഹത്വം അവൈലബിൾ ആയപ്പോൾ സംഭവിക്കുന്ന എന്നറിയാമോ? ആമേൻ. ഈ മനുഷ്യന്റെ ഉള്ളിൽ കേൾക്കണം, ആത്മാവ് വന്നപ്പോ ഈ വ്യവസ്ഥയുടെ കീഴിൽ
ന്യായപ്രമാണം കൂടാതെ ഒരു നീതി വെളിപ്പെട്ടു വന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ നീതി വെളിപ്പെട്ടപ്പോൾ, നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യമാണ്, അവൻ ഈ നീതി വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? റൈച്ചസ്നെസ് വിത്തൗട്ട് ദ ലോ കെയിം. അത് വന്നതോടെ ദൈവാത്മാവിനൊരു ഫ്രീഡം ഉണ്ട് ഇപ്പം. എന്തിനാണെന്നറിയാമോ? The body is dead because of sin, but the spirit is life. Spirit is not living alone, it is life. അത് ജീവനായി മാറാനൊക്കും ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ്. നീതി നിമിത്തം ആത്മാവിന് എന്ത് ചെയ്യാൻ കഴിയും? ജീവനാകാൻ കഴിയും. ഒരു പടിയും കൂടെ ഒന്ന് കയറ്റി പറയാം. ആമേൻ. റോമാലേഖനം 8:11 പെട്ടെന്ന് വായിക്കണേ. റോമാലേഖനം 8:11 പെട്ടെന്ന് വായിക്കണേ. ആ ആ ആ ആ ഓ ഗ്ലോറി. ചിലരോട് ഇത് പറയുമ്പോൾ അവർ പറയും, അത് കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ ഉയർക്കുന്ന കാര്യമല്ലേ. ആ ഉയർക്കുന്ന ശരീരമേ, ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ നിങ്ങളുടെ നമ്മളുടെ ഒരു 4-5 തലമുറകൾക്ക് മുമ്പ് വിശ്വാസത്തിലുണ്ടായിരുന്നവർ, അവരിന്ന് പൊടിയായി പോയി കാണും. ചിലപ്പോൾ അവരുടെ ശരീരങ്ങളില്ലല്ലോ, അസ്ഥി മാത്രമല്ലേ ഉള്ളൂ, ശരീരം പോയില്ലേ, അതിന് ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് വരുമ്പം മഹത്വകരമായ ശരീരമാണ് വരുന്നത്, മർത്യമായ ശരീരമല്ല വരുന്നത്. ഇത് പറയുന്നത് എന്നാണെന്നറിയോ? ഇപ്പോൾ ആത്മാവ് വസിക്കുന്ന മർത്യമായ ശരീരത്തിന് ആത്മാവ് എന്ത് ചെയ്യാൻ തുടങ്ങും? അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്, can I come down? It says, if the spirit of him who raised Jesus from the dead dwells in you, now in the new covenant, he can give life to these bodies. ഈ ശരീരങ്ങളുടെ മേൽ ജീവൻ വരാൻ തുടങ്ങും. രോഗശാന്തിയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ആമൻ. ജീവൻ വരാൻ തുടങ്ങും. ആമൻ. മരിക്കാൻ തുടങ്ങുക പാൻക്രിയാസ് ജീവൻ വെക്കാൻ തുടങ്ങുമെന്ന്. അവൻ കേടുവന്നു പോയ മുട്ടുകൾ, അവൻ തേയ്മാനമാണെന്ന് പറഞ്ഞ മുട്ടുകൾ, അവൻ ഡോക്ടർ ഫ്ലൂയിഡ് പോയെന്ന് പറഞ്ഞ മുട്ടിന്റെ മേൽ ജീവൻ വരാൻ തുടങ്ങുമെന്ന്. ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റൈസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അവൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ വസിക്കുന്ന അവന്റെ ശരീരങ്ങളെ അവൻ നിങ്ങൾ ചിലർ ആശ്ചര്യപ്പെടുന്ന ചിലത് ദൈവം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ പോലും ദൈവത്തിൻ്റെ ആലയം കൂടാരമായിരുന്ന കാലത്ത് അവർ മരുഭൂമിയിൽ നിന്ന് വരുമ്പോൾ ലേവി ഗോത്രത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ട് ആ ഗോത്രത്തിനെ ദൈവം അങ്ങ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു കൂട്ടരോട് പറഞ്ഞു, ഈ കൂടാരത്തിൻ്റെ റിപ്പയർ ആണ് നിങ്ങളുടെ ജോലി. രാമൻ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അവൻ ആത്മാവ് വസിക്കുന്ന ആലയത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആത്മാവിൻ്റെ ആലയത്തിൻ്റെ റിമന ഹസ്മ ലഗത്തെ റിഗദേ ശുഖന ഹത്തരം പ്രവാദികൾ ഖടേ നിഗസി അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമയത്തിന്റെ പരിധി കാരണം ഇനി ഓടാൻ നോക്കുന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു കേടുണ്ടെങ്കിൽ, ഒരു വാതിൽ ഇളകി വന്നാൽ അവൻ ആ വീടിന്റെ വാതിൽ വീണ് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ നന്നാക്കുന്നേ? അച്ഛനോട് ഞാൻ എത്ര നാളായി പറയുന്ന ആ ജനലൊന്ന് നന്നാക്കാൻ, അതവിടെ ഇരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. പൂപ്പ് വന്നു, ലീക്ക് വന്നു, അതിൻ്റെ കീഴിൽ കട്ടിലിട്ട് നിങ്ങളങ്ങ് കിടക്കുമോ? മടി കാരണം 1-2 ദിവസം മാറ്റി വെച്ചാലും, കുറച്ച് ആഴ്ചകൾ മാറ്റി, ആ മടിയുടെ ലെവൽ അനുസരിച്ചിരിക്കും. എന്നാലും ഒരു പരിധി കഴിഞ്ഞ് നിങ്ങളത് നന്നാക്കത്തില്ലേ? യേശുവിൻ്റെ ഭാഷ ഒന്ന് കടമെടുക്കുക. ദുഷ്ടന്മാരായി നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അവന്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളായ നിങ്ങളുടെ ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഇന്ന് ആത്മാവ് ചെയ്തു തുടങ്ങുകയാ. അവൻ വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കോ, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കാം. അവൻ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, അവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനാൽ. I want to tell you something.
ദൈവം നിങ്ങളെ വിളിക്കുന്ന കാലത്ത് നിങ്ങൾ പോകേണ്ടത് കൊണ്ട് അതിൻ്റെ കാലത്ത് നിങ്ങൾ പൊക്കോ. പക്ഷേ അതിനു മുമ്പ് അനാവശ്യമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനെ ഫിക്സ് ചെയ്യാൻ, ഓ ഹല്ലേലൂയ, ശരീരം മരിച്ചു, പക്ഷേ ഈ മോർട്ടൽ ബോഡീസിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ അങ്ങനത്തെ സംവിധാനങ്ങളില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയ്യോ അങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് ചിന്തിക്കൂ. ഈ ഭൂമിയിൽ തന്നെ ഒരാൾ ബ്രെയിൻ ഡെഡ് ആയി കഴിഞ്ഞാലും അയാളെ വെന്റിലേറ്ററിൽ ഇടാറില്ലേ? ചങ്കിടിച്ചോണ്ടിരിക്കത്തില്ലേ? ആണോ അല്ലയോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്റർ കൊടുത്തുകൂടെ? അയാളുടെ ശ്വാസകോശത്തെ പൊക്കുകയും എന്താക്കുകയും ചെയ്തുകൂടെ? ഇയാൾ മരിച്ചു, പക്ഷേ കേട്ടിട്ടില്ലേ പറയുന്ന ആള് പോയി, ആരോടും പറയണ്ട, വെന്റിലേറ്ററിൽ ഇട്ടേക്കോ. ഭൂമിയിലെ മെഷീനുകൾക്ക് അത് ചെയ്യാൻ ഒക്കുമെങ്കിൽ ആത്മാവിനൊക്കത്തില്ലേ? Oh, come on, church. Let it not be too amazing for you. I mean, you are created. I mean, under the new covenant. I mean, പുതിയ വ്യവസ്ഥയുടെ കീഴിൽ മഹത്വത്തിന് ഇറങ്ങി വരാൻ, കൃപാസനം നിമിത്തം അതിൻ്റെ മേൽ മഹത്വത്തിന് വരാമെങ്കിൽ വന്നിറങ്ങുന്ന ആത്മാവിന് നിന്റെ ശരീരത്തിന്റെ കേടുപാടുകളെ നികത്താൻ തുടങ്ങും. ഞാനീ പറയുന്നത് രോഗശാന്തി ശുശ്രൂഷയുടെ കാര്യമല്ല. വീട്ടിലിരുന്ന് കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർത്രൈറ്റിസ് മാറുന്ന കാര്യമായി പറയുന്നത്. വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തള്ളവിരലിന് വരുന്ന വേദന മാറിപ്പോകുന്നതാണ് ഞാൻ പറയുന്നത്. ആഗ്രഹിച്ചിട്ടും പണ്ടത്തെ പോലെ മുഴങ്കാലിൽ ഇരിക്കാൻ ഒക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന നിന്റെ മുട്ട നേരെയാവുന്ന കഥയാണ് ഞാൻ പറയുന്നത്. If the spirit of him who raised Jesus from the dead is in you, shukabara dana shadal manadara shaderigal kanadara shamdara baraka rubana halka ramde ribal mana shamdara chanadi. In 2023 ഇവിടെ വരുമ്പോൾ ഞങ്ങളൊരിക്കൽ കാറിലിരിക്കുമ്പോൾ സുനിൽ പാസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ ആർക്കാ ഇപ്പോൾ സൗഖ്യമാവണമെന്ന്, അവർക്ക് മരുന്ന് കഴിച്ച് ഓടിയപ്പോൾ ഓർമ്മയുണ്ടോ പാസ്റ്റർ പറഞ്ഞ്? അതുപോലെ നമുക്ക് ഈ ക്വിക്ക് ഫിക്സ് മതി. ഈ സാധനം ശരിയാവണമെന്നല്ല, എനിക്കെങ്ങനെയും ഓടണം. അതുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കില്ല. എല്ലാ ദിവസവും ആത്മാവിൽ ജാഗരിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ശരീരം അവൻ്റെ ആലയമാണ്. He loves to fix it. അതിനെ ശരിയാക്കുന്ന അവിടത്തേക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറയട്ടെ, അബ്രഹാമിന് മാത്രമല്ല ശരീരത്തിൻ്റെ നിർജീവത്വം മാറ്റിക്കൊടുക്കുന്നേ. അവന് വേണ്ടി ചെയ്യാമെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്തുകൂടെ? ആ ദൈവദാസന് വേണ്ടി ചെയ്യാമെങ്കിൽ ഇന്നത്തെ ദൈവദാസന് വേണ്ടി ചെയ്തുകൂടെ? ഞാൻ പറയട്ടെ, അടഞ്ഞത് തുറന്നു വരും. നിന്നു പോയത് വീണ്ടും ഉണ്ടായി തുടങ്ങും. Life will come back to you. Urbana kasoro kol barake sateniada lemrobora senaya hasoro lorbakana hashokono sakal remkona barase noya lebro shate ragal karo labroko sotoro korode nasio roko lebro monotene beri andoro lamrokene ashokoni asa lamrobara kaseniodo lebra hashoroko sate. ലൈവ് ഒരു സെക്കൻഡ് കട്ട് ചെയ്തിട്ട് എന്നോട് പറയാമോ? ലൈവ് ഒരു സെക്കൻഡ് കട്ട് ചെയ്തിട്ട്.
നിന്റെ വായ്ക്ക് അവൻ തൃപ്തി. It is a different provision because God is here. It is not the same as human beings. മനുഷ്യരുടെ വ്യവസ്ഥയല്ല. ഇവിടെ ദൈവമുള്ളപ്പോൾ അതിന്റെ വ്യവസ്ഥകൾ മാറുന്നു. അത് വേറൊരു പ്രതലമാണ്. വാക്യങ്ങൾ എടുക്കാൻ സമയമില്ല. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, worship the Lord your God and I will bless your food and water and take away sickness from among you. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നിന്റെ ഇടയിൽ നിന്ന് രോഗത്തെ എടുത്തു കളയും. നിങ്ങൾക്കറിയോ, ആരാഴ്ച ഇത് ഏറ്റെടുത്ത് പോകണമെന്നാ, പക്ഷെ ഈ ക്ലോക്ക് കണ്ട് 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 ഞാനിങ്ങനെ ഓട്ടുക. ഞാനിതൊന്ന് പറഞ്ഞു തീർക്കാം. സത്യം പറഞ്ഞാൽ പലരോടും ഞാൻ ചോദിക്കട്ടെ, തൃപ്തമായിട്ട് കഴിച്ചിട്ട് എത്ര നാളായി? ഹാപ്പി ആയിട്ട് പണ്ടത്തെ എൻ്റെ വിട്ട് കഴിച്ചതിൻ്റെ ഒരു സന്തോഷം വന്നിട്ട് എത്ര നാളായി? ഇടയ്ക്ക് ഐസ്ക്രീം കാണുമ്പോൾ ഒന്ന് ടേസ്റ്റിന് ഒരു സ്പൂൺ കഴിക്കാം. ദൈവം പറയുന്നത്, I can bless your food and water and disease will go away. Because he's God Almighty. ഒന്നുമില്ലായ്മയിൽ നിന്ന് ബാ എന്ന് പറഞ്ഞ ഉണ്ടാവുന്ന ദൈവം അവിടുന്ന് നിന്റെ ശരീരത്തിൽ വന്ന് വസിച്ചിരിക്കുകയാണ്. He is dwelling in you and by his spirit Rebana Kasarakade who dwells in you, he will give life to your mortal bodies. നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് അവൻ ജീവൻ പകരുകയാണ്. കീബോർഡോ ആരെങ്കിലും ഉണ്ടോ? അവൈലബിൾ ആണോ? ഇല്ല. ഐ വോണ്ട് ടു ടെൽ യു ചർച്ച്, വേറൊരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ യൗവനം പുതുകി വരുന്നു, കഴുകനെ പോലെ പുതുകി വരുന്നു എന്നൊക്കെ പറഞ്ഞത് പണ്ടെപ്പോഴോ ആരോ പ്രസംഗിച്ച് ഞാൻ കേട്ടു. കഴുകൻ പോയി കഷ്ടപ്പെട്ട് ആ ഒരു പാറയുടെ വളർപ്പിലൊക്കെ കയറിയിരുന്ന് കീറി അതിൻ്റെ അത് ഉപവാസത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ യൗവനം പുതുകി വരാൻ അതിൻ്റെ ആവശ്യമില്ല. ഓഹോ, നിന്റെ വായിക്ക് നന്മ കൊണ്ട് അങ്ങ് തൃപ്തി വരുത്തി നിന്റെ യൗവനം പുതുക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ഇതെല്ലാം ഉണ്ടായത് ആര് കാരണമാണെന്നറിയോ? വേറൊരു വ്യവസ്ഥ വന്നതുകൊണ്ട്. ആ കൃപാസനത്തിൻ്റെ മേൽ മഹത്വത്തിന് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. ഞാൻ തികച്ചതുകൊണ്ടല്ല, ഞാൻ പരിശുദ്ധനായതുകൊണ്ടല്ല, പക്ഷെ അവൻ്റെ പുത്രനൊരു വല്ലാത്ത വില കൊടുത്തത് കൊണ്ട് റിമനെ അതൽക്കരാതെ ഞാൻ നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് അവനെ കീറി തൂക്കിയിട്ടത് കൊണ്ട്, അപമാനിക്കപ്പെട്ടത് കൊണ്ട്, എന്നെ കണ്ട് ലോകം ട്രോള് ചെയ്യേണ്ടിടത്ത് അവനെ നോക്കി അവർ പുച്ഛിച്ചു, അവർ തലയാട്ടി കടന്നുപോയി. ദൈവം അവനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സമാധാനത്തിന്റെ വില, നമ്മളുടെ രോഗശാന്തിയുടെ വില അവൻ കൊടുത്തത് കൊണ്ട്. Did you know that the price for your healing has been paid? നിന്റെ രോഗശാന്തിയുടെ വില കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തരാൻ ആത്മാവ് നിന്നിൽ വന്ന് വസിക്കുന്നുണ്ട്. ഇന്നു മുതൽ തീരുമാനിക്കൂ, എല്ലാ ദിവസവും ഈ ബോഡി റിപ്പയർ ചെയ്യാനായി പ്രാർത്ഥിച്ചു തുടങ്ങും. ജീവൻ നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങും. The Holy Spirit loves to do that. Lesborokoni andere sakal rokabara kaseriadal. സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പെട്ടകത്തിൻ്റെ മേലിറങ്ങാൻ വരാനൊക്കാത്ത മഹത്വം കൃപാസനത്തിൻ്റെ മേലിറങ്ങുന്നു. കാളകളുടെ രക്തം വീണെടുത്താൽ മഹത്വം ഇറങ്ങാമെങ്കിൽ, കുഞ്ഞാടുകളുടെ രക്തം വീണെടുത്താൽ മഹത്വം ഇറങ്ങാമെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം വീണത് നിമിത്തം അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇനി അവൻ്റെ മേൽ ഞാൻ അങ്ങ് വന്ന് വസിക്കാൻ പോവാ. അജീഷ് ബ്രദറിൻ്റെ ഉള്ളിൽ, അവൻ്റെ ശരീരത്തിൽ അവൻ അതിനെ മന്ദിരമാക്കി ദൈവം വന്ന് വസിക്കുകയാണെന്ന്. അവൻ നിന്റെ രക്തധമനികളിൽ അവൻ അടിഞ്ഞുകൂടിയ ആത്രോസ്ക്ലെറോസിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ജീവൻ വരുവാണെന്നേ. ലിവർ സ്ലഗിഷ് ആയി പോയോ? ആ ലിവറിന്റെ മേൽ ജീവന് വരാം. കിഡ്നി ഒരു പരുവം വരെ കേടായി തുടങ്ങി എന്ന് പറഞ്ഞ ആരോടൊക്കെയോ ആയിട്ടില്ല. ഇങ്ങനെ പോയാൽ പ്രശ്നമാവും.
എന്ന് പറഞ്ഞവരോട് ഞാൻ പറയാം, ആരോടോ ഒക്കെയോ ജീവൻ വരും, അത് പഴയതുപോലെയായി വരും. ദൈവം സൗഖ്യമാക്കിയുള്ള കുഴപ്പം എന്നാണെന്നറിയോ, അല്ല ഗുണം എന്നാണെന്നറിയോ? പാസ്റ്റങ്ങൾ എന്ന് പറഞ്ഞു, നാമാനെ പറ്റി പറഞ്ഞായിരുന്നു. അയാൾ 7 വട്ടം മുങ്ങിപ്പൊങ്ങിയപ്പോൾ സംഭവിച്ചെന്നാണെന്നറിയോ? പുള്ളിയുടെ ത്വക്കിലെ കുഷ്ഠം എല്ലാം മാറിയിട്ട് പുള്ളിയുടെ ആ പോയ വിരലുകളൊക്കെ ഒരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നല്ല പറഞ്ഞ്, അയാളുടെ തൊലി ഒരു കുഞ്ഞിൻ്റെ തൊലി. Can you catch that? When the Holy Ghost comes, he makes it new. അതിന്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നെടുക്കേണ്ടവരെടുത്തോ. കേടായി പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. In the mighty name of the Lord Jesus, Father, we pray together. അവിടുത്തെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ ജനത്തിൻ്റെ മേൽ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ വരുന്ന രോഗശാന്തി, പുതിയ ജീവന്റെ തുടിപ്പ്, പണ്ട് നല്ല മുടിയായിരുന്നു, ഇപ്പം എന്തൊക്കെ നോക്കിയിട്ട് മുടി പൊഴിയുക, തിരിച്ചു വരട്ടെ അപ്പ യേശുവിൻ്റെ നാമത്തിൽ. മുടി പോയ തല ശോഭയുള്ള കിരീടം എന്നുള്ളവർ നരച്ചോ, നോ പ്രോബ്ലം. പക്ഷെ നരച്ച മുടിയല്ലേ ശോഭയുള്ള കിരീടം. നിങ്ങൾക്ക് കുഴപ്പമില്ല, ദൈവത്തിനും പ്രശ്നമില്ല, കഷണ്ടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കത് എപ്പോഴും വറിയാണെങ്കിൽ ഇന്ന് ആരൊക്കെയോ സൗഖ്യമാവണം യേശുവിൻ്റെ നാമത്തിൽ. ഈവൻ പിരിയത്തോടുള്ള ബന്ധത്തിൽ വറീഡായിട്ട് നിങ്ങൾ കൈവക്കാൻ പറയാനൊക്കത്തില്ലല്ലോ. പിരിയത്തോടുള്ള ബന്ധത്തിൽ വിഷമിച്ചിരിക്കുന്ന ആരോടോ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ പിരിയം സൗഖ്യമാകും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ അത് സൗഖ്യമാകട്ടെ. ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ അവിടുത്തെ ജനത്തിൻ്റെ ഇടയിൽ സംഭവിക്കണമേ. സൗഖ്യമാക്കുന്ന ദൂതന്മാർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിൻ്റെ ഇടയിൽ ചലിച്ചു തുടങ്ങുവാനായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Let healings begin to happen in the mighty name of the Lord Jesus. Visceral organs be healed in Jesus' name. Be healed in the mighty name of the Lord Jesus. ഡോക്ടേഴ്സ് പറഞ്ഞ വിഷയങ്ങളിൽ ജീവൻ വരട്ടെ അപ്പ. we love you Lord, we love you Lord. എന്നോട് ചേർന്നൊന്ന് സ്തുതിച്ചേ. താങ്ക് യു ലോർഡ് ജീസസ്. വായെടുത്ത് പറഞ്ഞ് താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായി നന്ദി, ഞങ്ങളുടെ രോഗശാന്തിയുടെ വിലയായതിനായി നന്ദി. We bless you Father. Thank you for this amazing provision that you made for us. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ആ വലിയ വിളിക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.